Hello guys, welcome back to my channel Tales of Mubi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നിങ്ങൾ തമ്പനയിൽ ആൻഡ് ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതായത് വർക്കൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഹൗസ് വൈഫ് എഡിഷനിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ അധികം വോയിസ് ഓവർ ഒന്നും ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം വെച്ച് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ബട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് വോയിസ് ഓവർ അവസാനിപ്പിക്കാം. കുറച്ച് കാര്യങ്ങൾ എന്തോ എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെയോ സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഭാര്യമാരെയോ അങ്ങനെ ആരെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയത് എന്ന് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഇപ്പം തന്നെ, അതായത് വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാൻ. ഈ ഒരു വീഡിയോയിൽ ഒരു ഹൗസ് വൈഫിൻ്റെ നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഓഫ് കോഴ്സ് നമ്മളുടെ അമ്മമാരായിരിക്കും. പലരും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ അമ്മമാർ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പണികളെ പറ്റി. ഈ ഒരു വീഡിയോയിലാണെങ്കിലും ഒരു രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, കുറച്ച് ക്ലിപ്സ് ഞാൻ 2 ദിവസങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പണികളാണ് ചെയ്യുന്നതെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മുടെ അമ്മമാരുടെ മനസ്സിലെ ചിന്ത ഇന്ന് രാവിലെ എന്തുണ്ടാക്കും, ഉച്ചക്കത്തേക്ക് എന്ത് കറി വെക്കും, അങ്ങനെയുള്ളതാണ്. അങ്ങനെ രാവിലെ തുടങ്ങുന്നതാണ് അവരുടെ പണി. രാവിലെ എണീറ്റ് ചായ വെക്കുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഉച്ചക്കത്തേക്കുള്ള അരി ഇടുന്നു, കറി വെക്കുന്നു, വീട് തൂക്കുന്നു, തുടയ്ക്കുന്നു, തുണി അലക്കുന്നു, വിരിച്ചിടുന്നു, അത് ഉണക്കി മടക്കി നമ്മളുടെ ഷെൽഫിലൊക്കെ കൊണ്ടുവയ്ക്കുന്നു. അതുപോലെ തന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അത് കൂടാണ്ട് മക്കളെ നോക്കണം, ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു വിടണം, മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടണം, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര വർക്ക്സാണ് നമ്മുടെ അമ്മമാർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് പറയുമ്പം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പം 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ, അല്ലെങ്കിൽ പറയുമ്പോൾ 2 സെക്കൻഡ് കൊണ്ട് തീർന്നു. പക്ഷേ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ചെയ്ത് നോക്കിയാൽ മാത്രം അതിന് എന്തുമാത്രം എഫേർട്സും എന്തുമാത്രം ടൈം എടുത്തിട്ടാണ് ഇവരെല്ലാം ചെയ്ത് തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോയ്ക്ക് അധികം വോയിസ് ഓവർ കൊടുക്കാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്കെന്തോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ അമ്മമാരെ റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് വേണ്ടി അവരുടെ ലൈഫ് തന്നെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഒരു ദിവസം നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരില്ലാണ്ട് എന്തായാലും പറ്റില്ല. ഒരു ഉമ്മയില്ലാത്തപ്പോൾ ഉള്ളൊരവസ്ഥ അത് ഉമ്മയില്ലാത്തവർക്കേ മനസ്സിലാവുള്ളൂ. ഈ കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ സഹായിക്കുക. അതിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഭർത്താവായാലും ആരായാലും നമ്മളുടെ വീട്ടിൽ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്രയും എഫേർട്സ് എടുത്ത് നമ്മൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം തിരിച്ച് നമ്മളും അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അവർക്കൊന്ന് സുഖമാണോ, അവരുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ, അവരുടെ മൈൻഡ് ഓക്കെ ആണോ, ഹാപ്പി ആണോ, അങ്ങനെയൊക്കെ ഒന്നൊന്ന് ചോദിക്കുക. അതൊക്കെ തന്നെ വലിയൊരു കാര്യമാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും അവരെ കൊണ്ടൊന്ന് പുറത്തു പോവുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ മൈൻഡൊന്ന് റിലാക്സ് ആകും, അവർ ഓക്കെ ആകും. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ, വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇതിന് എന്ത് വോയിസ് ഓവർ കൊടുക്കുമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. വെറുതെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്, രാവിലെ എണീറ്റു, അപ്പം ഉണ്ടാക്കി, വീട് തൂത്തു, ചോറ് വെച്ചു, കറി വെച്ചു, തുണി അലക്കി, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വൻ ബോറടി ആയിരിക്കും. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വൻ ബോറടി ആയിരിക്കും. ബട്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയും ഞാൻ കൂടുതൽ വോയിസ് ഓവർ കൊടുത്ത് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വെച്ച് ഞാൻ വോയിസ് ഓവർ നിർത്തുകയാണ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ എന്ത് തോന്നി, നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.